അപ്പോൾ നേരത്തെ ബാക്കി Z4 അഡീഷണൽ മോഡുലോ 4 എന്താന്ന് പ്രൂവ് ചെയ്യണം? നമുക്ക് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതേപോലെ ചോദ്യങ്ങൾ എന്തൊക്കെ വരാം? നമുക്ക് Z4ന്റെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് Z6 അഡീഷൻ മോഡുലോ 6 കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ആൻസർ ചെയ്യാൻ പറ്റണം. അതിന് മുന്നേ നമ്മൾ എന്ത് പഠിക്കണം? അഡീഷൻ മോഡുലോ 4. എന്തായാലും ഇത് ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് ഇതിന് നമുക്ക് കോമ്പോസിഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം ഞാൻ 0 1 2 3 എന്ന് എഴുതി, അതേപോലെ കോളം വൈസ് 0 1 2 3 എഴുതി. ഇതിപ്പോ 4ന്റെ മുകളിലേക്ക് പോവാന്ന് വിചാരിക്കുക. 4ന്റെ മുകളിൽ അല്ലെ 4 മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എക്സാമ്പിൾ 4 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 4/4 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ കിട്ടുക? 0. 5/4 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരിക? 1. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ നമ്മൾ അഡീഷൻ ചെയ്തിട്ട് ബൈ 4 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണോ വരുന്നത് അതാണ് അഡീഷൻ മോഡുലോ 4. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ചില എക്സാം പേപ്പറിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നൊട്ടേഷൻ അതിനുണ്ട്. അപ്പൊ ഇതിന്റെ കോമ്പോസിഷൻ ടേബിളിലെ എലമെന്റ്സ് എഴുതാം. ആദ്യത്തെ 0 ആണല്ലോ, 0 1 2 3. അതേപോലെ ഞാൻ എങ്ങനെ എഴുതി? ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. അടുത്ത നോക്കൂ, 2 1 + 1 എന്ത് വന്നു? 2 1 + 2 3 1 + 3 4 ആണ് എഴുതണ്ടേ, പക്ഷെ 4/4 റിമൈൻഡർ 0 ആയതുകൊണ്ട് 0. 5 ആണെങ്കിൽ എന്ത് വരും? 1. 6 ആണെങ്കിൽ എന്ത് വരും? 2. അപ്പൊ റോ എഴുതിയ പോലെ തന്നെ കോളം എഴുതി. ഇതൊക്കെ അഡീഷൻ മോഡലും മൾട്ടിപ്പിൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ റോയും കോളൊക്കെ ഒരുപോലെ ആയിട്ടാണ് കിട്ടുക നമുക്ക്. അപ്പൊ 2 3 0 1, അതുപോലെ 2 3 0 1. അതുപോലെ ഈ കോളം എന്താ വന്നത്? 3. ഈ 0 1 2 എന്ന് വന്നു. ഈ റോയും അങ്ങനെ തന്നെ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? Z4ൽ എലമെന്റ്സ് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. അതെങ്ങനെ പറയാം നമുക്ക്? A + B + C = A + B + C. ഞാൻ ആദ്യം ഇതിന് രണ്ടിനാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് രണ്ടിനും ഇട്ട് കൊടുത്തു. അഡീഷൻ മോഡുലോ 4 എഴുതാൻ മറക്കരുത്. കണ്ടോ? അഡീഷൻ മോഡുലോ 4 ഒരുമിച്ച് എഴുതേണ്ട കേസ് ആയിരുന്നു. For all A B C element of Z4. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി കിട്ടി. മൂന്നാമത്തെ എന്തായിരുന്നു? ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ നമുക്ക് ഇതിൽ അറിയാലോ, 0 is the ഐഡന്റിറ്റി എലമെന്റ്. അഡീഷൻ ആയതുകൊണ്ട് 0 ആയിരിക്കും അതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് വരിക. കാരണം 0 + 0 0 + 1 0 + 2 0 + 3 ഇവിടെ എല്ലാം അഡീഷൻ മോഡുലോ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെയാ കിട്ടണേ? എന്താ ഐഡന്റിറ്റി മീൻസ് എന്താണ്? നമ്മൾ ഏത് എലമെന്റ് ആണോ എടുക്കണേ അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ സെയിം എലമെന്റ് തന്നെ കിട്ടി. കണ്ടോ? 1 2 3. ഇപ്പൊ 0 is the additive identity. അതിവിടെ ഉണ്ട്, Z4ൽ ഉണ്ട്. ഇതിന്റെ ഇൻവേഴ്സ് എന്താന്ന് അറിയണം. ഇപ്പൊ ഞാൻ 0 ഉള്ളതിനൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ മാർക്ക് ചെയ്തു. കണ്ടോ? 0 ഉള്ളതിനൊക്കെ മാർക്ക് ചെയ്തു. അപ്പോ 0ന്റെ ഇൻവേഴ്സ് 0, 1ന്റെ ഇൻവേഴ്സ് എന്താ? 3. 1ന്റെ ഇൻവേഴ്സ് 3 ആണെങ്കിൽ 3ന്റെ ഇൻവേഴ്സ് എന്താവണം? 1 ആയിരിക്കും. 4 അപ്പോ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ 2ന്റെ ഇൻവേഴ്സ് ആരാണ്? 2 ആണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. 1 + എന്ത് ചെയ്താലും നമുക്ക് 4 കിട്ടുക. 1 + 3 ചെയ്താലും നമുക്ക് 4 കിട്ടുക. 3 + 1 ചെയ്താലും നമുക്ക് 4 കിട്ടും. 2 + 2 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. അങ്ങനെയാണ് ഇൻവേഴ്സ് കിട്ടുക. പിന്നെ ഈ കോമ്പോസിഷൻ ടേബിളിൽ നമുക്ക് സുഖമായിട്ട് ഇത് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇൻവേഴ്സിന് കിട്ടി. പിന്നെ ഈ ടേബിള് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പോ അബീലിയൻ ഗ്രൂപ്പ് ആണ്. പക്ഷെ ഇവിടെ ഗ്രൂപ്പ് ആണോ ചോദിച്ചിട്ടുള്ളൂ, അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 4 കണ്ടീഷൻസ് എഴുതിയിട്ട് നമുക്ക് നിർത്താം. ഇനി അടുത്ത ചോദ്യം, R - 0 is a group under multiplication justify. മെയ് 2025 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നു. R - 0ന് ഞാൻ പറഞ്ഞില്ലേ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ 0നെ ഒഴിവാക്കണം. എന്തിനാ ഇവര് 0നെ ഒഴിവാക്കണേ? അത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 0നെ ഒഴിവാക്കണേ. അപ്പൊ ഈ R - 0ന് നമ്മൾ 2 എലമെന്റ്സ് എടുക്കുന്നു.
അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, AB. രണ്ട് റിയൽ നമ്പേഴ്സിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കിട്ടാൻ പോണുള്ളൂ, റിയൽ നമ്പറിന് തന്നെ കിട്ടാൻ പോണുള്ളൂ. അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി ഈസ് വെരിഫൈഡ്. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അത് ജസ്റ്റ് ചെയ്ത് ABC എടുത്തു, ബ്രാക്കറ്റ് ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തു. ഫോർ ഓൾ ABC എലമെന്റ് ഓഫ് AR-0 അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതി. അടുത്ത പ്രോപ്പർട്ടി എന്തായിരിക്കും, അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഇത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നത് കൊണ്ട് ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി ആരായിട്ടാ വരികയാണ്, 1 ആണ് നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് വരിക. അടുത്തത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. A ഇൻറ്റു എന്തോ ചെയ്തപ്പോ എനിക്ക് 1 വന്നു. അപ്പൊ ആ എന്തോ എന്തായിരിക്കും, 1/a ആണ്. A ഇൻറ്റു 1/a അല്ലേ, എയും 1/a കൂടി ക്യാൻസൽ ആയി നമുക്ക് 1 കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഫോർ എവരി a എലമെന്റ് ഓഫ് R-0 we get 1/a such that a into 1/a equal to 1 equal to 1/a into a. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇൻവേഴ്സിനെ കിട്ടി. ഈ സാധനം 0 ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 6 വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്തല്ല, ഗ്രൂപ്പ് അല്ല. കാരണം എന്താ, ഈ ഇപ്പൊ a ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ 1/0 എന്ന് പറയുന്ന ആള് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോ ആ ഒരു എലമെന്റിന് പോലും ഇൻവേഴ്സ് ഇല്ലെങ്കിൽ, ഒരു എലമെന്റിനെങ്കിലും ഇൻവേഴ്സ് ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് ആവില്ല. അപ്പൊ ക്വസ്റ്റ്യനില് R-0 എന്നുള്ളത് കൊണ്ടാ ഈ R-0 ഇങ്ങനെയും നൊട്ടേഷൻ കൊടുക്കും, ഇങ്ങനെയും കൊടുക്കും നൊട്ടേഷൻ. രണ്ട് ടൈപ്പ് ഓഫ് നൊട്ടേഷൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ ടോപ്പിക് ആണ് ഓർഡർ ഓഫ് എലമെന്റ് ഓഫ് എ ഗ്രൂപ്പ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാൻ ഏറ്റവും എളുപ്പം. ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 -1 I -I ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇതിന്റെ ഐഡന്റിറ്റി ആരാന്ന് നമുക്കറിയാം, 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ, എത്ര ഓപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും ഓരോ എലമെന്റിനും 1 കിട്ടുക നോക്കണം. അപ്പൊ 1 എടുത്തു, 1/1 ആണ് 1. അപ്പൊ ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. -1 ആണെങ്കിലോ -1² ആണ് 1. അപ്പൊ ഓർഡർ ഓഫ് -1 നമുക്ക് എന്ത് കിട്ടി, 2. അതുപോലെ I എടുത്തു, I⁴ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. അപ്പൊ ഓർഡർ ഓഫ് I എന്താണ്, 4 ആണ്. അടുത്തത് -I ആണ്. -I⁴ ചെയ്താലല്ലേ നമുക്ക് 1 കിട്ടുള്ളൂ. ഡൗട്ട് ഉള്ള ആൾക്കാരൊന്ന് എഴുതി നോക്കാം. -I ഇൻറ്റു -I, രണ്ട് മൈനസും കൂടി പോസിറ്റീവായി, I² വാല്യൂ -1. ഇനി -1 ഇൻറ്റു -I, നെഗറ്റീവും നെഗറ്റീവും കൂടി പോസിറ്റീവായി, അവിടെ എന്ത് വന്നു, I വന്നു. ഇനി I ഇൻറ്റു -I, I² വാല്യൂ -1, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, സോ 1 കിട്ടി. അപ്പൊ നമുക്ക് ഈ 1 ഐഡന്റിറ്റീനെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഐഡന്റിറ്റീനെ കിട്ടണം. ഐഡന്റിറ്റീനെ കിട്ടുന്ന ഏറ്റവും കുഞ്ഞു പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഡർ എന്ന് വിളിക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ, തിയറം പ്രൂഫിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡെഫിനിഷൻ നോക്കാൻ പോവാം. ഓർഡർ ഓഫ് എൻ എലമെന്റ് A of a group G is smallest positive integer n such that A⁴n equal to E. നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്ന ഏറ്റവും കുഞ്ഞു പോസിറ്റീവ് ഇന്റീജറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഡർ എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ നോക്കൂ, -1² നമുക്ക് 1 തന്നെ കിട്ടണേ. അതേപോലെ തന്നെ -1/4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 കിട്ടണേ. അപ്പൊ 4 ഓർഡർ ആവോ, ആവില്ല. കാരണം ഇവിടെ 2 ആണ് ഏറ്റവും കുഞ്ഞ പവർ. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്ന ഏറ്റവും കുഞ്ഞു പവറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർഡർ. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഗ്രൂപ്പ് ആണ്. എപ്പോഴാണ് ഒരു ഗ്രൂപ്പ്, നമുക്ക് ഗ്രൂപ്പ് എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. എപ്പോഴാണ് ഒരു ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ആവുക, അതിനൊരു ജനറേറ്റർ വേണം. ജനറേറ്റർ മീൻസ് ഒരു എലമെന്റ് ആയിരിക്കും അത്. ആ ഗ്രൂപ്പിലുള്ള ഒരു എലമെന്റ് ആണ് ഈ ജനറേറ്റർ. ഈ ജനറേറ്ററിന്റെ പല പവറുകളും വെച്ചിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും, ഒരു ഫുൾ ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒന്നും കൂടി പറയാം. അപ്പൊ ഈ എനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക, ജനറേറ്റർ എന്ന് വിളിക്കുക. ഈ എ യൂസ് ചെയ്തിട്ട്, എയുടെ എല്ലാ
പവേഴ്സിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്രൂപ്പിനെ കിട്ടും. അപ്പോൾ നോക്കൂ ഡെഫിനിഷൻ. എ ഗ്രൂപ്പ് G star is called a cyclic group if any element of G can be expressed as some powers of particular element of A element of G. ആ ജിയിലെ ഏത് എലമെന്റിനെ നമുക്ക് എയുടെ പവറിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ എനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റർ ഓഫ് എ ഗ്രൂപ്പ് G. അപ്പൊ ഞാൻ ഈ എല്ലാ എക്സാമ്പിളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 1 - 1 I - I എന്ന ഗ്രൂപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ജനറേറ്റർ ആരായിരിക്കും? ഇതിന്റെ ജനറേറ്റർ ആണ്. അതെങ്ങനെ കിട്ടും? I⁻1 ചെയ്തു, അത് നമുക്ക് I ആണ്. I² എന്താ വാല്യൂ? -1. I³ എന്താ വാല്യൂ? -I. I⁴ എന്താ വാല്യൂ? 1. അപ്പൊ നമുക്ക് നോക്കൂ, ഐന്റെ എല്ലാ പവേഴ്സിനും നമുക്ക് എന്ത് കിട്ടി? ഐന്റെ എല്ലാ പവേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ആ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും കിട്ടി ഇല്ലേ? ഐനെ കിട്ടി. 1 ഉണ്ട്, -1 ഉണ്ട്, I ഉണ്ട്, -I ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ജനറേറ്റർ ഉണ്ടാവണം. ആ എലമെന്റ് എന്ത് ചെയ്യണം? എല്ലാവരെയും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ ആണ് Z5 ജനറേറ്റർ. ഇപ്പൊ ഈ ജനറേറ്റേഴ്സിന് എന്തായാലും ഇങ്ങനെ തരില്ലേ? Z5 + 5, അതുപോലെ Z6 + 6, Z7 + 7, അങ്ങനെയൊക്കെ നമുക്ക് തരാം. അതിൽ ജനറേറ്റേഴ്സ് ആരാന്നൊക്കെ ഉള്ള ചോദിച്ചിട്ട് നമുക്ക് എന്തോരം ചോദ്യം വരാറുണ്ട്. അപ്പോ പറയാച്ച എല്ലാത്തിലും 1 ഒരു ജനറേറ്റർ ആയിരിക്കും. ഇങ്ങനത്തെ ഉള്ള എല്ലാത്തിലും 1 ജനറേറ്റ് ആയിരിക്കും. പിന്നെ റിലേറ്റീവ്ലി പ്രൈം ആയ നമ്പേഴ്സ് ആയിരിക്കും ജനറേറ്റർ ആയിട്ട് വരിക. റിലേറ്റീവ്ലി പ്രൈം ആയ നമ്പേഴ്സ്. ഇപ്പൊ Z5 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള വേറെ നമ്പേഴ്സ് ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. ഇനി Z6 1ഉം വരും. പിന്നെ ആരൊക്കെ വരും? 2 വരില്ല, 3 വരില്ല, 4 വരില്ല, 5 വരും. കാരണം 5നും 6നും കോമൺ മൾട്ടിപ്പിൾസ് ഇല്ല. 7 ഒരു പ്രൈം ആയതുകൊണ്ട് അതിന്റെ ജനറേറ്റർ ആരാ വരുള്ളൂ? 1 മാത്രമാണ് വരുള്ളൂ. അപ്പൊ നമുക്ക് Z5 ഒരു ജനറേറ്റർ ആണ് 1 എന്ന് പറഞ്ഞല്ലോ. പ്രൈം ആയതുകൊണ്ടാണ് ജനറേറ്റർ 1. പ്രൈം മാത്രല്ല, ഏത് നമ്പർ വന്നാലും ജനറേറ്റർ 1 വരും. പിന്നെ പ്രൈം ആണെങ്കിൽ 1 മാത്രമായിരിക്കും ജനറേറ്റർ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 2 വട്ടം ആഡ് ചെയ്തപ്പോ എനിക്ക് എന്ത് വന്നു? 2. അതാണ് 1 + 1 = 1². ഇതിങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം? പവറിൽ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് 1 + 1 + 1. അപ്പൊ ചെയ്തപ്പോ എന്ത് വന്നു? 1³ എന്ന് വന്നു, അതായത് 3. ഇതാണ് ഓപ്പറേഷൻ. ശരിക്ക് ഇത് നമ്മൾ എത്ര വട്ടം ഓപ്പറേഷൻ ചെയ്തു എന്നാണ് പവറിലായിട്ട് എഴുതണത്. ഇവിടെ എത്ര വട്ടം ഓപ്പറേഷൻ ചെയ്തു? 1 2 വട്ടം എടുത്തു, അതുകൊണ്ടാണ് 1² എന്ന് എഴുതിയത്. ഇവിടെ 1 3 വട്ടം എടുത്തു, അതുകൊണ്ടാണ് ഞാൻ 1³ എന്ന് പറഞ്ഞത്. 1³ = 1 അല്ലേ എന്നൊന്നും ചോദിക്കരുത്, ഇത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 1 എത്ര വട്ടം എടുത്തു? 4 ടൈംസ് എടുത്തു. ഇവിടെ 1 എത്ര ടൈം എടുത്തു? 5 ടൈംസ് എടുത്തു. അപ്പൊ നമുക്ക് ഈ 1 യൂസ് ചെയ്തിട്ട് 2 3 4 0 ഒരാളെയും കൂടി എഴുതിയില്ല, 1 തന്നെ. ഇതായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. 1:1 നമുക്ക് എന്താ വരിക? 1 തന്നെ വരും. അടുത്തൊരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് A* be an abelian group where A = a element of Q such that A not equal to -1 for any AB element of A*B = A plus B plus AB. നമുക്ക് ആ 4 പ്രോപ്പർട്ടീസ് ആണോ? അല്ല, 5 പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യണം. കാരണം ഇതെന്താണ്? ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണ്. ആദ്യം എന്താ പ്രൂവ് ചെയ്യാനുള്ള? ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ എന്താ? ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഞാൻ എന്തെടുത്തു? 2 എലമെന്റ്സ് എടുത്തു, എയും ബിയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A*B = A plus B plus AB. എന്തായാലും എയിൽ ഉണ്ടാവും, കാരണം എന്താണ്? എല്ലാം ക്യൂലെ എലമെന്റ്സ് ആണല്ലോ. അപ്പൊ പിന്നെ എന്തായാലും ഇത് ക്യൂലെ എലമെന്റ് ആണ്, റേഷണൽ നമ്പർ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഇല്ല. ഇനി നമ്മൾ അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് A*B*C = A*B*C. ഇതിപ്പോ ഇത് ആദ്യം ചെയ്താലും അത് ആദ്യം ചെയ്താലും മാർക്കൊന്നും പോണില്ല. ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യം ചെയ്യാം. A*B*C. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഫസ്റ്റ് എലമെന്റ് പ്ലസ് സെക്കൻഡ് എലമെന്റ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A plus B plus AB star
C ന്ന് കിട്ടി. ഇപ്പൊ എന്റെ ഫസ്റ്റ് എലമെന്റ് ആരായി? ഇതാണ് എന്റെ ഫസ്റ്റ് എലമെന്റ്, ഇതാണ് എന്റെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ ഈ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ എഴുതാം? ഫസ്റ്റ് എലമെന്റ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആരാ? A plus B plus AB plus സെക്കൻഡ് എലമെന്റ് ആരാ? C plus product of, അല്ലെ, ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് എലമെന്റ്. അപ്പൊ എന്ത് വരും? A plus B plus AB into C. അപ്പൊ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വന്നു? A plus B plus AB plus C plus AC plus BC plus ABC അങ്ങനെ കിട്ടി. A plus B plus C. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? A plus B plus C plus AB plus AC plus BC plus ABC. ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു സൈഡ് ചെയ്തപ്പോ കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് ചെയ്താലും ഇതന്നെയാണ് എന്ത് പറഞ്ഞത്, ഇതന്നെയാണ് നമുക്ക് കിട്ടാൻ പോണത്. ഒന്ന് ചെയ്ത് നോക്കാം. A star B star C. ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് ചെയ്തു. A star, ഇവിടെ എന്ത് വന്നു? B plus C plus BC എന്ന് വന്നു. ഇതാണ് എന്റെ ഫസ്റ്റ് എലമെന്റ്, ഇനി ഇതാണ് എന്റെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വന്നു? A plus B plus C plus BC. അപ്പൊ ഫസ്റ്റ് എലമെന്റ് പ്ലസ് സെക്കൻഡ് എലമെന്റ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, A plus B plus C plus BC. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് വന്നു? A plus B plus C plus BC plus AB plus AC plus ABC. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒന്നെന്ന് പറയണതും രണ്ടെന്ന് പറയണതും നമുക്ക് എന്താണ്? സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം, ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അതുപോലെ തന്നെ ഇതെന്താണ്? A star B എന്ന് പറയണതും B star A എന്ന് പറയണതും സെയിം ആണെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? A star E equal to A equal to E star A. അതാണല്ലോ ഐഡന്റിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പൊ ഞാൻ ഇവിടുത്തെ A star E നെ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണ്? ഫസ്റ്റ് എലമെന്റ് പ്ലസ് സെക്കൻഡ് എലമെന്റ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. എനിക്ക് എന്ത് കിട്ടി? ദിസ് ഈക്വൽ ടു എന്തെന്നെ കിട്ടണം? നമ്മുടെ എലമെന്റ് ആരാണ്? A ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എനെയും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇനെ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വന്നു? 1 plus A E equal to 0 എന്ന് വന്നു. അപ്പൊ E equal to എന്ത് കിട്ടി? 0 by 1 plus A. നമ്മളിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, A എന്താവരുത്? -1 ആവരുത്. അതോ അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? എന്ന് പറയുന്ന 0 by infinity നോട്ട് ഡിഫൈൻഡ് ആവുക. അപ്പൊ ഈ സാധനം എന്തല്ലാന്ന് പറയും? ഗ്രൂപ്പ് അല്ലാന്ന് പറയും. അപ്പൊ ഇവിടെ E equal to 0 by 1 plus A എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇയുടെ വാല്യൂ 0 എന്ന് കിട്ടി. ഇതേപോലെ തിരിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെന്നെ കിട്ടും? ഇന്റെ വാല്യൂ 0 എന്ന് കിട്ടും. സോ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇൻവേഴ്സ് എലമെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? രണ്ട് എലമെന്റ്സ് എടുത്തു, അവർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റിനെ കിട്ടണം. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 0. അപ്പോ A star A ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? A plus A inverse plus A into A inverse equal to 0 അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് കിട്ടും? അപ്പോ നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം A ഇൻവേഴ്സ് ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. A ഇൻവേഴ്സിനെ പുറത്തേക്ക് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 1 plus A equal to 0. ഇനി എന്താണ് ചെയ്തത്? A ഇൻവേഴ്സ് ഈക്വൽ ടു 1 plus A. ഈ എനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് A എന്ന് വന്നു. A ഇൻവേഴ്സ് ഈക്വൽ ടു -A by 1 plus A എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് എലമെന്റ്. ഇതെന്തായാലും ക്യൂലുള്ള എലമെന്റ് അല്ലേ? അല്ലെ, റേഷണൽ നമ്പർ ആണ്. അതുപോലെ തന്നെ എന്താണ്? A നോട്ട് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഈ ലാസ്റ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളൂ? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കൂടിയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി ഇത് അബീലിയൻ ഗ്രൂപ്പ് ആണ് പ്രൂവ് ചെയ്യാനുണ്ടോ നോക്കട്ടെ. ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്നും കൂടി പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഇവിടെ എഴുതിയിട്ടില്ല. അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മള് എങ്ങനെ പ്രൂവ് ചെയ്യും? A star B equal to B star A കിട്ടിയാ പോരെ?
അപ്പൊ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നമുക്ക്? ആ ഡെഫിനിഷൻ പ്രകാരം എ പ്ലസ് ബി പ്ലസ് എ ബി. ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്തെന്നെയാ വരുന്നത്? ബി പ്ലസ് എ പ്ലസ് ബി എ. രണ്ട് സെയിം ആണല്ലോ, അതുകൊണ്ട് ഇതെന്ത് പറയാം? ഫോർ ഓൾ എ ബി എലമെന്റ് ഓഫ് ക്യൂ. ക്യൂ എന്നല്ലേ ക്വസ്റ്റ്യൻ എന്താണ്? ക്യൂ തന്നെയാണ്, വേർ എ നോട്ട് ഈക്വൽ ടു -1 ആണ്. അപ്പൊ ഇതെന്താന്ന് കിട്ടി? ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് കിട്ടി. അടുത്ത് നമുക്ക് കുറെ തിയറം പ്രൂഫ് ഇതേ കടന്നു വരുന്നു. ഷോ ദാറ്റ് എനി ഗ്രൂപ്പ് G is an abelian if and only if AB square equal to A square B square for all AB element of G. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഞാൻ അസ്യൂം ചെയ്യുന്നു G ഈക്വൽ ടു അബീലിയൻ, അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു ബി എ എന്ന് നമുക്ക് ഇതിന്റെ പ്രൂഫിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം എന്ത് അസ്യൂം ചെയ്യുന്നു? ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉള്ളതുകൊണ്ട് ആദ്യം ഇത് അസ്യൂം ചെയ്യുന്നു, പിന്നെ ഇത് പ്രൂവ് ചെയ്യുന്നു, പിന്നെ ഇത് അസ്യൂം ചെയ്യുന്നു, അത് പ്രൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി ഈസ് അബീലിയൻ എന്ന് എടുത്തു. നമുക്ക് എ ബി സ്ക്വയർ എഴുതണം. എ ബി സ്ക്വയർ എങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതിക്കൂടെ? ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബ്രാക്കറ്റുകളെ മാറ്റാം. കാരണം ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യൂലോ. അപ്പോ ഇത് അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് ബി എന് പകരം എന്ത് എഴുതാം? എ ബി എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പെയർ ചെയ്യാം ബൈ. അപ്പൊ എന്ത് എഴുതി കൊടുക്കാം? അസോസിയേറ്റീവ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. അപ്പൊ പെയർ ചെയ്യുമ്പോൾ എ എ ബി ബി എന്ന് വന്നു. അപ്പൊ എ ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടി. എ ബി രണ്ട് വട്ടം ഇൻറ്റു, അപ്പൊ എന്ത് കിട്ടി ഇവിടെ? എ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഒരു ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ചെയ്യാണ്. എ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ജി അബീലിയൻ ആണ്. അതായത് ഇത് ചെയ്ത് വരുമ്പോ നമുക്ക് എന്ത് കിട്ടണം? എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ ബിനെ രണ്ട് വട്ടം എഴുതി, അതേപോലെ എ സ്ക്വയറിനെ രണ്ട് വട്ടം എഴുതുമ്പോ എ എ ബി എഴുതി. കമ്മ്യൂട്ടേറ്റ് എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതിന്റെ ബ്രാക്കറ്റ് മാറ്റി എ ബി എ ബി, അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്തു. നമുക്ക് ഇതിന് വെറുതെ വെട്ടിക്കളയാനൊന്നും പറ്റില്ല. അപ്പോ ക്യാൻസലേഷൻ ലോ രണ്ടും ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും എന്താണ് രണ്ട് സെപ്പറേറ്റ് ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? എ ബി ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം? എ ഇൻറ്റു എ ബി ബി. അപ്പൊ ഞാൻ എനെ വെട്ടിക്കളയാണെങ്കിൽ അത് ഏത് സൈഡിൽ നിന്നാണ് വെട്ടണത്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വെട്ടണത്. അപ്പൊ എനിക്ക് എന്ത് പറയാം? ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറഞ്ഞു. അടുത്ത എനിക്ക് ബീനെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറഞ്ഞു. ബി എ ഈക്വൽ ടു എ ബി. ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത്? റൈറ്റ് ക്യാൻസലേഷൻ ലോ. അപ്പൊ ഇത് കുഞ്ഞു പ്രൂഫ് അല്ലേ? എളുപ്പല്ലേ? അടുത്ത നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ക്യൂ പ്ലസ് പോസിറ്റീവ് റേഷണൽ നമ്പേഴ്സ് ഫ്രം എ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ ഓപ്പറേഷൻ സ്റ്റാർ defined by a star b equal to 1/2 ab. ഇതെന്താന്ന് കാണിക്കണം? ഗ്രൂപ്പാന്ന് കാണിക്കണം. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഗ്രൂപ്പാന്ന് കാണിക്കാൻ. അപ്പൊ ആദ്യം ഇതെന്തായാലും എടുത്ത് ചെയ്യണ സമയത്ത് നമുക്ക് എയും ബിയും എവിടുന്ന് എടുത്തു? ക്യൂ പ്ലസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? എ സ്റ്റാർ ബി ഈക്വൽ ടു 1/2 എ ബി എന്ന് പറയുന്നത് ക്യൂ സ്റ്റാറിൽ ഉണ്ടായിരിക്കും. സംശയമില്ലല്ലോ. ക്യൂ സ്റ്റാർ അല്ല, ക്യൂ പ്ലസിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അസോസിയേറ്റീവ് ആണ് കാണിക്കണ്ടേ. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് കാണിക്കണം. അപ്പൊ ആദ്യം ഞാൻ ഈ ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ കൊടുത്തപ്പോ 1/2 എ ബി സ്റ്റാർ സി എന്ന് കിട്ടി. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് എലമെന്റ്, ഇതാണ് എന്റെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോൾ എ ബി ബൈ 2 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ ബി സി ബൈ 4. അടുത്ത ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇതന്നെ കിട്ടണം. എ സ്റ്റാർ ബി സ്റ്റാർ സി
അത് ഞാൻ ബ്രാക്കറ്റിലുള്ളത് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? BC/2 എന്ന് കിട്ടി. ഇതാണ് എന്റെ ഫസ്റ്റ് എലമെന്റ്, ഇതാണ് എന്റെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ ഇവിടെ എന്ത് വരും? ABC/2 അത് ഇതന്നെ സെയിം ഇതന്നെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു? ABC/4 എന്ന് വന്നു. ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഇത് എന്തും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നു നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടുന്നത് ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം, ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് A star E = A എന്ന് കൊടുത്തു. അപ്പൊ ഇവിടുത്തെ ഡെഫിനിഷൻ പ്രകാരം AE/2 = A. നമുക്ക് എന്ത് ചെയ്യാം? എനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ E = 2 വെറുതെ ക്യാൻസൽ ചെയ്യരുത്. എന്ത് ക്യാൻസലേഷൻ എഴുതണം? ഇവിടെ എന്ത് ക്യാൻസലേഷൻ നടന്നത്? ലെഫ്റ്റ് ക്യാൻസലേഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? E star A = A എന്ന് എഴുതണം. അപ്പൊ നമുക്ക് എന്ത് വന്നു? EA/2 എന്ന് വന്നു. എയും എയും ക്യാൻസൽ ആയിട്ട് ഇയുടെ വാല്യൂ 2 എന്ന് കിട്ടി. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റും നമുക്ക് എന്ത് കിട്ടി? വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടെന്ന് കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് A star A inverse = E. ഇവിടുത്തെ ഐഡന്റിറ്റി ആരാണ്? 2. A star A inverse = 2. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വന്നു? A × A inverse/2 = 2 എന്ന് വന്നു. A × A inverse = 4 വന്നു. A inverse = 4/A. ഈ എകളൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൽ ഒരിക്കലും 0 വരില്ല അല്ലെ? അതായത് A ഒരിക്കലും എന്ത് വരില്ല? 0 വരില്ല. അതുകൊണ്ട് ഇത് എലമെന്റ് ഓഫ് Q+ ആയതുകൊണ്ട് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റ് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു.